നന്നാകുന്നില്ല എന്ന പരാതി ചിലർ നേരം പോക്കിന് വേണ്ടി മാത്രമാണ് പറയുന്നത് എന്നാണ് അടിയൻ്റെ ഒരിത്. ആയിരക്കണക്കിന് ജനസേവകർ ജനങ്ങളെ സേവിക്കാനായി ക്യൂ നിൽക്കുന്ന ഒരു നാട് നന്നാകാതെ എവിടെ പോവാനാണ്? അതിൽ തന്നെ കോൺഗ്രസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ ജനസേവന താല്പര്യം എന്നുകൂടി ഓർക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പത്രികയുടെ കാര്യം വന്നപ്പോഴാണ് ഈ ത്യാഗികളുടെ സഹന സമരം നമുക്ക് കാണാനായത്. കോൺഗ്രസിൽ തന്നെ ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും 5-6 പേരാണ് ജനങ്ങളെ സേവിച്ചേ മതിയാകൂ എന്ന പേരിൽ മത്സരത്തിനൊരുങ്ങുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരളം ഒരു ഹരിത സ്വർഗഭൂമിയാകും എന്നത് തീർച്ച. ഇന്നത്തെ അംഗം തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. കോൺഗ്രസിലും UDFിലും ഭയങ്കര സീറ്റ് തർക്കമാണ് എന്നാണ് അസൂയാലുക്കൾ പറഞ്ഞു വരുത്തുന്നത്. അത് തീർത്തും തെറ്റാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. ജനങ്ങളെ സേവിക്കാനും ത്യാഗം സഹിക്കാനും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖ്യൻ ചാണ്ടി സാറും വിശദീകരിക്കുന്നത് അതാണ്. പിന്നെ ജനസേവനത്തിൻ്റെ പ്രാന്ത് മൂത്ത് ഭരണത്തിൻ്റെ ഭാരം ചുമലിലേറ്റാൻ മുന്നോട്ട് വരുന്നവരുടെ എണ്ണം അല്പം കുറഞ്ഞുപോയോ എന്ന പരാതി മാത്രമേ മുഖ്യനുള്ളൂ. മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ ഉണ്ട്. പലയിടത്തും റിബലുകൾ സ്ഥാനാർത്ഥികൾ 100% സീറ്റിൽ പോലും തർക്കങ്ങളില്ല. ഇല്ലെന്ന് ചോദിച്ചാലുണ്ട്. പക്ഷെ ഉള്ളത് നാമമാത്രമായ സ്ഥലങ്ങളിൽ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. എല്ലായിടത്തും 100% യോജിപ്പോടെ മത്സരം നടക്കുന്നു. 6 സിറ്റി കോർപ്പറേഷനുണ്ട്. എല്ലായിടത്തും യോജിച്ച് മത്സരം നടക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ ആകെ 2 എണ്ണത്തിലാണ് ചില വാർഡുകളിൽ ചില തർക്കങ്ങൾ വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ 1000-ഓളം ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ 30 താഴെ ഗ്രാമപഞ്ചായത്തുകളിലാണ് ചെറിയ ചില തർക്കങ്ങൾ നിൽക്കുന്നത്. അതും പരിഹരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. വരട്ടെ ജനങ്ങളെ സേവിക്കാൻ ഇനിയും ആളുകൾ വരട്ടെ. പക്ഷേ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന ആളുകൾക്ക് അങ്ങനെ മരിക്കാനുള്ള അവസരം നേതാക്കൾ കൊടുക്കുന്നില്ല എന്നതാണ് പ്രശ്നം. പാവങ്ങൾ മരിക്കേണ്ട, ഞങ്ങൾ തന്നെ മരിച്ചോളാം എന്നാണ് നേതാക്കളുടെ ത്യാഗപൂർണമായ നിലപാട്. എന്നാൽ എന്തു വില കൊടുത്തും ജനത്തെ സേവിച്ചിട്ടേ അടങ്ങൂ എന്ന വാശിയുള്ളവരും ഉണ്ട്. അങ്ങനെ ഒരാളെ കാണാം ഇനി. കോട്ടയത്തുകാരി സാറാമ്മയാണ് ജനങ്ങളെ സേവിക്കാനുള്ള തൻ്റെ അവസരം ഇല്ലാതാക്കിയ നേതൃത്വത്തെ ചീത്ത വിളിച്ച് കോട്ടയത്തെ കോൺഗ്രസ് ഓഫീസിലെത്തിയത്. എനിക്ക് വേണം ടിക്കറ്റ്. കേരള മുന്നേറ്റ യാത്രയ്ക്കും സ്ത്രീ മുന്നേറ്റ യാത്രയ്ക്കും കേരള യാത്രയ്ക്കും എല്ലാം ഞാനാ പ്രവർത്തിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പോയി കഷ്ടപ്പെടുകയായിരുന്നു ഈ കോൺഗ്രസിന് വേണ്ടി. ലാസ്റ്റ് ആയപ്പോ ഇവിടെ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചിട്ട് പ്രവർത്തകർക്ക് ടിക്കറ്റ് ഇല്ല. അതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ ഒരു തകർച്ചയായി. എനിക്ക് നാണക്കേടായി. നിലയുള്ള സ്ത്രീയാണ് ഞാൻ ഇന്ന് ഉടമാണോ താമസിക്കുകയായിരുന്നു. ഈ സാറാമ്മയുടെ പരാക്രമം ഭയന്ന് ഒടുവിൽ നേതാക്കൾ സാറാമ്മയ്ക്ക് ഒരു ടിക്കറ്റ് കൊടുത്തു. ജനസേവനത്തിൻ്റെ വിവിധ വശങ്ങൾ അങ്ങ് അമേരിക്കയിൽ പോയി പഠിച്ചിട്ടാണത്രേ സാറാമ്മ സ്ഥാനാർത്ഥി സാറാമ്മയായത്. അയ്യോ തമ്പുരാനെ, എന്നെ കാണാൻ ഇത്രയും പത്രക്കാരോടാ? ചേച്ചി, ഇപ്പൊ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ എണ്ണം കൂടി. അപ്പൊ ഏതും വാർത്തയാകും. ശക്തി ഞാൻ കാണിച്ചിരിക്കും. കോൺഗ്രസിന്റെ ശക്തി എനിക്ക് എന്റെ പാർട്ടിയെ, എന്റെ പ്രസിഡന്റിനെ എനിക്ക് വിശ്വാസമാ. എന്റെ പാർട്ടിയെ എനിക്ക് വിശ്വാസമാ. അത് മഹിളകൾക്ക് വേണ്ടിയുള്ള എന്റെ ഒരു പോരാട്ടമായിരുന്നു. അത് ആ പോരാട്ടത്തിൽ ഞാൻ വിജയിച്ചു. നിങ്ങൾ എന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ കാണിച്ച എല്ലാ ഇതിന് അംഗീകാരം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ മഹാരാഷ്ട്രയിലെ 32 വർഷം ഞാൻ MPCC-യിലും വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇവിടെ ഞാൻ 9 വർഷമായി കുടമാളൂർ
ഷെയർവില്ല എന്ന സ്ഥലത്താണ്. ഞാൻ അമേരിക്കയിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും ഞാൻ പഠിച്ചിട്ട് വന്നതാണ്. എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതെൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു. അല്പസമയം എടുത്തു എല്ലാത്തിനും. എന്തുകൊണ്ടും എനിക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് വളരെയധികം നന്ദിയും സ്നേഹവും കടപ്പാടും എൻ്റെ പാർട്ടിയോടുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയായി. എൻ്റെ പേര് സാറാമ്മ ജോൺ. ഞാൻ ഷെയർവില്ല കുടമാളൂർ താമസിക്കുന്നു. കുടമാളൂർ ബ്ലോക്കിലാണ് ഞാൻ മത്സരിക്കുന്നത്. 8ാം വാർഡാണത്. ഐമനം മണ്ഡലത്തിന്റെ 8ാം വാർഡിൽ കുടമാളൂർ ബ്ലോക്ക്. കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ എന്നറിയാവുന്നവർ കരഞ്ഞും ചിരിച്ചുമൊക്കെ ജനസേവനത്തിനായുള്ള ടിക്കറ്റ് ഒപ്പിക്കും. കോൺഗ്രസിലെ സീറ്റ് ഒപ്പിക്കൽ വിധിയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിപ്പെടുത്തും. കോൺഗ്രസ് ആഫീസിന്റെ പ്രസിഡന്റിന്റെ ക്യാബിനിൽ ഒരു കുമ്പസാരക്കൂടുണ്ടെന്നും ഇവിടെ ചില കക്ഷികൾ രഹസ്യ ചർച്ച നടത്താറുണ്ടെന്നും പണ്ടേ വെളിപ്പെടുത്തിയ ആളാണ് ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് കച്ചവടം നടക്കുമ്പോഴാണ് ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തലിന്റെ സന്ദർഭവും സാരസ്യവും നമുക്ക് മനസ്സിലാവുക. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നു, പരിഹരിച്ചു കഴിഞ്ഞോ? തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല. എന്താ കാര്യം? ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. ഒന്ന് നിർത്തണം. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നലെ അടക്കം ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു, ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. ഒന്ന് നിർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം അങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല എന്നാണ് ഉണ്ണിത്താൻ വാക്യത്തിന്റെ പൊരുൾ. അതുപോട്ടെ, മാധ്യമങ്ങളിലൂടെ വെള്ള ഷർട്ടിട്ട് ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നവർക്കാണ് ഭാവി ഉള്ളതെന്നാണ് ചില നേതാക്കളുടെ വിചാരം. എന്നാൽ നമ്മുടെ പേരിനു മാത്രം ശക്തിയുള്ള സ്പീക്കർ ശക്തൻ സാറിൻ്റെ ശക്തി ഈ മാധ്യമങ്ങൾ അല്ലത്രേ. മാധ്യമങ്ങളുടെ ഉപദ്രവത്തെ ഉപകാരമാക്കി മാറ്റുന്ന ടെക്നിക്കാണത്രേ ശക്തൻ്റെ ട്രേഡ് സീക്രട്ട്. എനിക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരാരോഗ്യ പ്രശ്നവും ഇല്ലാത്തവർ ചെയ്യുന്ന കാഴ്ച സാറ് കണ്ടതാണ്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലുണ്ട്, ഇതിന് മുൻപുള്ള ഗവൺമെൻറ്റിലുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിച്ച് കളയും. ഡോക്ടർ പറഞ്ഞാൽ പോലും അവർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ പല പ്രാവശ്യം MLA ആകുകയും മന്ത്രിയാകുകയും ഡെപ്യൂട്ടി സ്പീക്കറാകുകയും ചെയ്തു. എൻ്റെ വളർച്ചയിൽ മാധ്യമങ്ങൾ അല്ല എന്നെ സഹായിച്ചിട്ടുള്ളത്. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. മാധ്യമങ്ങളുടെ സഹായം എൻ്റെ വളർച്ചയിൽ ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടേയില്ല. എവിടെങ്കിലും ചെറിയൊരു സന്ദർഭമെങ്കിലും കിട്ടിയാൽ
ഇതുപോലുള്ള ഉപദ്രവം മാത്രമേ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ അറിയാവുന്ന ജനങ്ങൾ എനിക്ക് നല്ലവണ്ണം അറിയാം. അവർ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും എനിക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കുന്നു. ഇന്ന് രാവിലെയും മുതലും ഞാൻ നിയോജകമണ്ഡലത്തിലിറങ്ങി സത്യം തുറന്നു പറയട്ടെ, ഇന്നലത്തെ ആ സംഭവം കുറേ കൂടി ആളുകളിൽ ഒരു സിമ്പതി എനിക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ശക്തനേക്കാളും ശക്തനാണെങ്കിലും നമ്മുടെ വെള്ളാപ്പള്ളി ഗുരുവിനെയും ദുർബലനാക്കുന്നത് ഈ മാധ്യമങ്ങളാണ്. വെള്ളാപ്പള്ളി നിന്നാലും ഇരുന്നാലും കുനിഞ്ഞാലും എല്ലാം ഈ മാധ്യമങ്ങൾക്ക് ഫെസ്റ്റിവലാണത്രേ. ഒന്നുമില്ലെങ്കിലും ഈ വെള്ളാപ്പള്ളി ഗുരുവും ഒരു പത്രക്കാരനാണെന്ന് ഈ മാധ്യമങ്ങൾ ഓർക്കണ്ടേ. എൻ്റെ ഒരു ചെറിയ പത്രമല്ല, പ്രസിദ്ധീകരണമാണ് യോഗനാഥം. നിങ്ങളെല്ലാം ലക്ഷങ്ങളടിക്കുന്നത് തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പത്രം അടിക്കുന്ന ആളുകൾ വരെ ഈ രാജ്യത്ത് ഉള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. വലിയ പീഡനങ്ങളൊന്നും പാടില്ല. ഈ തുടക്കം മോശമാകരുത്. തുടക്കം നിങ്ങൾ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ എന്നെ ഒരു ഇരയാക്കരുത്. നമുക്ക് പരസ്പരമായൊരു ധാരണയും പരസ്പര സ്നേഹവും ബഹുമാനവും കൊടുത്ത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതെ നമുക്ക് ആ തുടക്കം എങ്ങനെ നന്നായിരിക്കുന്നു അതനുസരിച്ചല്ലേ അന്ത്യം വരെ നന്നാകണ്ടേ. അതുകൊണ്ട് വാർത്തകൾക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കാതെ അതിനാരെങ്കിലും കിട്ടുമെങ്കിൽ അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും നിങ്ങളൊരുവനായ എന്നോട് അതിൻ്റേതായ എല്ലാ സ്നേഹവും വാത്സ്യവും മാന്യതയും പുലർത്തണമെന്ന് ആദ്യമായിട്ട് ഒരപേക്ഷയുണ്ട്. ശക്തൻ സ്പീക്കർ ചെയ്യുന്നത് പോലെ മാധ്യമങ്ങളുടെ ഉപദ്രവത്തെ ഉപകാരമാക്കി മാറ്റുന്ന വിദ്യ വെള്ളാപ്പള്ളി ഗുരുവും അഭ്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. എഴുതുന്നത് മോശപ്പെട്ട കാര്യമാണെങ്കിലും അതും വലിയ പബ്ലിസിറ്റി അല്ലേ എന്നാണ് ഗുരുവിൻ്റെ കണ്ടുപിടുത്തം. പണ്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ന മഹാനും ഇതേ വിദ്യയാണത്രേ പ്രയോഗിച്ചത്. പക്ഷെ ഞങ്ങൾ ഒന്ന് സംഘടിച്ചാൽ ഇവിടെ സുനാമി വരുമെന്നുള്ള നിലയിൽ ഞങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടന്നാക്രമണം, എന്നെ പ്രത്യേകിച്ചും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം വേറൊന്നുമല്ല, ഈ ഇടതായാലും വലതായാലും എല്ലാ മുന്നണിയും UDF LDF എന്നെ പ്രത്യേകിച്ചും ആക്രമിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു എന്ന് വരുമ്പോൾ അത് എനിക്കൊരു പ്ലസ് പോയിൻ്റാണ്. എത്ര കോടി മുടക്കിയാൽ ഇത്തരം പരസ്യം കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. ഇപ്പം ഞാനില്ലാത്ത ഏത് പത്രമുണ്ട്? ഞാനില്ലാത്ത ഏത് മീഡിയയുണ്ട്? ഇത് ഇന്ത്യ മുഴുവൻ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു ശക്തി എന്തുമാത്രമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ പറയുന്നവർ വിചാരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനേതാണ്ട് ക്ഷീണിതനായിട്ട് പുറകോട്ട് ഓടുമെന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ പലരും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഡയലോഗ്സാണ് സിനിമ തുടങ്ങി അവസാനിക്കുന്നവർ. തോൽവികൾ ഏറ്റുവാങ്ങുന്നത് നടേശ ഗുരുവിനൊരു പുത്തരി കാര്യമല്ലത്രേ. ഗുരു ഇന്ധനം നിറയ്ക്കുന്നത് ഇങ്ങനത്തെ ചില പരദൂഷണങ്ങളിൽ നിന്നാണത്രേ. അതോടൊപ്പം തന്നെ റെയ്ഡ് ചെയ്തു. അവിടുന്ന് മുഴുവൻ കിട്ടുന്നത് വൈരങ്ങളാണ് കിട്ടിയെന്ന് പറഞ്ഞ്. വൈരം പോയിട്ട് വൈരത്തിൻ്റെ ഒരു കഷണം പോലും അവിടെ എൻ്റെ വീട്ടിലായിരുന്നു. ആറ് ഡൂപ്പ് മുത്തുകളുണ്ടായിരുന്നു. അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഈ ഭീമൻ്റെ എക്സ്പെർട്ടുകാർ പൈ ആൻഡ് കമ്പനി എന്നാണ് വരുന്നത്. പൈ എറണാകുളത്ത് നിന്ന് വന്ന് പരിശോധിച്ച് അവർ പരിശോധിച്ച് ഇത് മുഴുവൻ വെറും ഡൂപ്പ് സാധനമാണെന്ന് പറഞ്ഞു പോയി. അന്നും ഞാൻ ജീവിച്ച്. ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഇഷ്ടത്തെ അനുസരിച്ച് നിന്നില്ല എങ്കിൽ ഇഷ്ടമില്ലാത്ത അച്ച് തൊട്ടതെല്ലാം കുറ്റം എന്ന നിലയിൽ തറുക്കാനും എന്നെ നോക്കിയിട്ടുണ്ട്. കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ എന്ത് വിളിച്ചാലും എന്നും സാറിൻ്റെ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ വരുന്നുണ്ടല്ലോ സാറേ. പിന്നെ എന്ത് വേണം? ഇന്നത്തേക്കുള്ള പരദൂഷണത്തിനുള്ള വക ഇവിടെ തീർന്നു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം വീണ്ടും നമ്മൾ കാണാം. നമസ്കാരം.